ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന തുനി ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു ലീവ് പ്രോഗ്രാം ഞാൻ ചെയ്യുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കിയ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കിയ വിലപ്പെട്ട കർത്താവിൻ്റെ ഭൃത്യൻ പാസ്റ്റർ ബെൻസൺ ഡാനിയേൽ എന്ന വിലപ്പെട്ട കർത്താവിൻ്റെ ദാസനും മാനേജിംഗ് കൗൺസിൽ ഉത്തരവാദിത്വപ്പെട്ട എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എന്നെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എനിക്ക് തന്നിരിക്കുന്ന വിഷയം കരുണയിൽ പ്രസാദിക്കുന്ന ദൈവം, ഗോഡ് ഹു ഡിലൈറ്റ്സ് ഇൻ മേഴ്സി എന്നുള്ള സബ്ജക്റ്റ്. അല്പസമയം ഇതിൽ നിന്ന് ദൈവം തന്ന ആലോചന നിങ്ങൾ അറിയിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യനായ ദൈവത്തിൻ്റെ നിത്യ സ്നേഹത്തിന് അതിൻ്റെ ആഴത്തിൽ പ്രതീകമായി ആഴമാർന്ന അനുഗ്രഹങ്ങളിലൂടെ മാനവരാശിയെ ദൈവം നടത്തി എങ്കിലും മനുഷ്യൻ കൊടും ദുഷ്ടതയിലും ചതിയിലും വിവിധ ദോഷകരമായ പാവപ്രവൃത്തിയിലും നശിക്കുമ്പോൾ ദൈവം പിന്നെയും അവൻ്റെ മടങ്ങൊരു ആഗ്രഹിച്ച് അവനെ രക്ഷിപ്പാൻ കാണിച്ച ദൈവത്തിൻ്റെ അതുല്യമായ ദിവ്യമായ ആർദ്ര മനസ്സ്, അനുകമ്പ, ഇതിൻ്റെ ആകത്തുകയാണ് കരുണ. ദൈവത്തിൻ്റെ ദിവ്യ മനസ്സ്, അനുകമ്പ, അതിൻ്റെ ടോട്ടൽ ആകത്തുകയാണ് അതിൻ്റെ ദൈവത്തിൻ്റെ കരുണ. വിശുദ്ധ വേദപുസ്തകത്തിന് ആദിയോടന്തം വായിക്കുമ്പോൾ ഈ ദൈവവചനത്തിൽ അനുചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദാനമാണ് കരുണ എന്ന വിലപ്പെട്ട മർമ്മം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ മഹാകരുണയുടെ ഉദാത്തമായ അർത്ഥമൂല്യം യേശുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ ലോകത്തിലെ സകല മാനവജാതിക്കും വേണ്ടി നാം അനുഭവിക്കേണ്ട സകല ശിക്ഷാവധിയും നമ്മുടെ കർത്താവ് ഏകനായി അനുഭവിച്ച് ആ ദിവ്യ കരുണ, അവൻ പകർന്ന ആ ദിവ്യ കരുണ കാൽവരിയിൽ താൻ വെളിപ്പെടുത്തി. അങ്ങനെ കാൽവരിയിൽ മരക്കുരിശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ ലോകത്തിൻ്റെ മധ്യസ്ഥാനത്തിൽ സകല മനുഷ്യർക്കും വേണ്ടി ലോക രക്ഷകൻ പിടഞ്ഞ് മരിച്ച് തൻ്റെ അതുല്യമാർന്ന കാരുണ്യം വെളിപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കരുണയെ വെളിപ്പെടുത്തുന്ന അനേക ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയും. വേദപുസ്തകം എന്ന അഗാധ സമുദ്രം പോലെ അതിനകത്ത് ദൈവത്തിൻ്റെ നിസ്തുല്യമായ കരുണ, അതിൻ്റെ ആഴം, അതിൻ്റെ മഹത്വം നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ധാരാളം വാക്യങ്ങൾ അതിലൂടെ നമുക്ക് പഠിപ്പാനായിട്ട് കഴിയും. ദൈവിക ബാന്ധവത്തിൽ ദൈവിക കരുണ സ്വായത്തമാക്കി ആ ദൈവത്തിൻ്റെ ആർദ്രമാർന്ന കരുണ നമ്മിലൂടെ സകല മനുഷ്യർക്കും ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇതിനെ 3 ഭാഗമായിട്ട് തിരിച്ച് ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1, ദൈവത്തിൻ്റെ നമ്മോടുള്ള കരുണ. 2, നമ്മിൽ ഉണ്ടാകേണ്ട കരുണ. 3, നാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കരുണ. ഈ 3 അവസ്ഥയിൽ ദൈവത്തിൻ്റെ ഈ മഹാകരുണയുടെ മഹത്വം, ആ കരുണ ആദ്യം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചില കാര്യം പറയട്ടെ. സ്തോത്രം. വേദപുസ്തകം ആദ്യം
ആ പുസ്തകത്തിന്റെ അകത്ത് ആ മൊത്തം ആ കരുണാ സമുദ്രം, ദൈവത്തിന്റെ ആഴമാർന്ന, മനുഷ്യരുള്ള ആഴമാർന്ന സ്നേഹത്തിന്റെ മാധുര്യത, അതിന്റെ ആഴത്തെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. സ്തോത്രം. നമുക്ക് ധാരാളം വായിക്കാൻ ഇത് കാണാൻ കഴിയും. യാഗത്തിലല്ല കരുണയിലത്രേ ദൈവത്തിന് പ്രസാദിക്കുന്നത്. മത്തായി 9:13 നാം പഠിപ്പിക്കുന്നു. എഫെസ്യർ 2:24 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നതായ നമ്മെ അവൻ പിടിപ്പിച്ചു. അതും അവന്റെ കരുണ. സ്തോത്രം. യാക്കോബ് 5:11 വായിക്കുമ്പോൾ കരുണയും മനസ്സലിവും ഉള്ള ദൈവം, ആ ദൈവത്തിന്റെ ആ അലിവിനെ, കരുണയെ കാണാൻ കഴിയും. 2 തിമോത്തിയോസ് 1:18 ദൈവത്തിന്റെ മക്കൾ മാത്രം കിട്ടുന്ന കരുണയെക്കുറിച്ച് വായിക്കാൻ തന്നെ. പുറപ്പാട് 34:6, 22, സങ്കീർത്തനം 145:9 ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത മഹാകരുണ, അതിന്റെ ശ്രേഷ്ഠത നമുക്ക് കാണാൻ കഴിയും. അവന്റെ പേര് തന്നെ ഒന്ന് കരുണാമയൻ, കരുണാസമ്പന്നൻ. ധാരാളം പദപ്രയോഗങ്ങൾ ദൈവത്തെക്കുറിച്ച് കാണാൻ കഴിയും. സ്തോത്രം. ശ്രദ്ധിക്കുക, നമുക്ക് ദൈവത്തിന്റെ കരുണയുടെ ആഴത്തിലേക്ക് നമുക്ക് ഒന്നിറങ്ങാം. സ്തോത്രം. നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ, സ്തോത്രം, 14, 22, 33 വായിക്കുമ്പോൾ, നടുക്കടലിൽ അർദ്ധരാത്രി ശിഷ്യന്മാർ ആയിത്തീർന്നു. രാത്രിയുടെ 4-ാം യാമം, കൂരിരുട്ട്, കൊടും കൂരിരുട്ട്. ശിഷ്യന്മാർ അവർ തൊടിഞ്ഞു പോകുന്നു. പക്ഷേ കടലിലെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും അടിച്ച് കടൽ വെള്ളം പടക് തകർന്ന് അവൾ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ വളരെ വിഷമത്തിൽ ആയ പ്രത്യേക സാഹചര്യം. ഒരു കാരണവശാലും ജീവൻ കിട്ടത്തില്ല എന്ന് ഉള്ള അന്തരീക്ഷത്തിൽ പിടഞ്ഞ് നിലവിളിക്കുന്ന ആ ക്രിട്ടിക്കൽ മൂമെന്റ്. സ്തോത്രം. എന്ത് ചെയ്യും എന്ന് വിഷമിക്കുമ്പോൾ ആ കൂരിട്ടിന്റെ മധ്യേ യേശു അവിടെ വരികയാണ്. സ്തോത്രം. ഇത്രമാത്രം അടിച്ച് പുലിയുന്ന ആ കൊടുങ്കാറ്റ്, ആ കടൽ, അത് ആ തിരമാല ചവിട്ടി അമർത്തി അതിൻ്റെ മീതകൂടെ യേശു നടന്ന് ഈ പാതിരാത്രി, ഈ അർദ്ധരാത്രി, ഈ 4-ാം യാമത്തിൽ യേശു ഇവരുടെ അടുക്കൽ വരുന്നു. കൂരിട്ടാണ്. പെട്ടെന്ന് ഇതാരാ ഈ രാത്രി വെള്ളത്തിൽ ആരാ? പിശാചായിരിക്കും, ഭൂതമായിരിക്കും എന്ന് ചിന്തിച്ച് ശിഷ്യന്മാർ, പത്രോസ് ഭൂതം എന്ന് നിലവിളിച്ചു. ഉടൻ തന്നെ കുഞ്ഞെ ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് ധൈര്യപ്പെടുത്തി ആ പത്രോസിനെ കടലിൽ കർത്താവ് നടത്തുന്നു. നീ നടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നടക്കുന്നു. അവനെ കടലിൽ നടത്തുന്ന രംഗം കാണാൻ കഴിയും. എന്നിട്ട് ആ പടകിൽ യേശു കയറി അക്കരെ പോയ അന്തരീക്ഷം നോക്കൂ. അർദ്ധരാത്രി 4-ാം മണി യാമത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒരു കഷ്ടമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി. കടലിനകത്ത് തൻ്റെ പ്രിയ ശിഷ്യന്മാർ അമരാൻ പോകുന്നു, തകരാൻ പോകുന്നു, നശിക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട സമയത്ത് യേശു അവിടെ ആ സെക്കൻഡിൽ, ആ ക്രിട്ടിക്കൽ മൂമെന്റ്, ആ ക്രിട്ടിക്കൽ സർക്കംസ്റ്റാൻസ്, അവിടെ യേശു വരുന്നു. നമ്മുടെ എല്ലാ കരുണാമയനായ കർത്താവിൻ്റെ കരുണയുടെ ആഴം നമുക്കിവിടെ
വ്യക്തമായി ഗ്രഹിപ്പാൻ കഴിയും. സ്തോത്രം. താന് അക്കരെ യേശു ശിഷ്യന്മാരും ഒരുമിച്ച് ആയിരിക്കുമ്പോൾ യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ അക്കരയ്ക്ക് പോകുവീനെന്ന് യേശു പറഞ്ഞയച്ചു. യേശു തനിച്ച് മലയുടെ മുകളിലോട്ട് കയറി. യേശു പ്രാർത്ഥനയുടെ മൊത്തം പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അക്കരെ പോകുമ്പോഴാണ് രാത്രി 4 യാമത്തിൽ നടുക്കടലിൽ എത്തിയപ്പോൾ ഈ ഇൻസിഡന്റ്, ഈ ഘട്ടം സംഭവിച്ചത്. എന്നാ സെക്കൻഡിൽ യേശു പാഞ്ഞെത്തി, തൻ്റെ കർണയുടെ കരത്തിൽ പാഞ്ഞെത്തി. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു എവിടെ ഇരുന്നാലും യേശുവിൻ്റെ കണ്ണ് ആ ദേശം മൊത്തം സഞ്ചരിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ കൂടെ അവരുടെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുന്ന കണ്ണയുള്ള ആ കണ്ണ്, മനസ്സലിവുള്ള ഈ കണ്ണ്, ആ നിർണായക നിമിഷത്തിൽ സ്തോത്രം യേശു അവരെ രക്ഷിച്ച് യേശു ഒരുമിച്ച് അക്കരെ പോയ അനുഭവം നോക്കുക. ഇവിടെ യേശുവിൻ്റെ കരുണയുടെ മഹാത്മ്യം, കരുണയുടെ അതിശ്രേഷ്ഠത, കരുണയുടെ സമ്പന്നത, തൻ്റെ കരുണയുടെ ആഴം, കടല് പോലെ തുളുമ്പുന്ന തിങ്ങി നിന്ന ആ കടലിൻ്റെ ആ കരുണയുടെ ആഴം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. സ്തോത്രം. വീണ്ടും വായിക്കുമ്പോൾ സ്തോത്രം മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. സ്തോത്രം. യേശു കപ്പർന്നൗമിൽ ഒരു വീട്ടിൽ യേശു വന്നു എന്ന ശ്രുതി ദേശം മൊത്തം പരന്നു. അന്നേരം ധാരാളം ആൾക്കാർ, എണ്ണമറ്റ ആൾക്കാർ, വലിയൊരു ക്രൗഡ്, ആയിരിക്കുന്ന ആൾക്കാർ വന്ന വീട് മൊത്തം നിറച്ചു. വന്നു. കടമുള്ളവരെ, ഞെരുക്കമുള്ളവരെ, ഭാരമുള്ളവരെ, രോഗമുള്ളവരെ, ബുദ്ധിമുട്ടുള്ളവരെ, ഞെരുക്കമുള്ളവരെല്ലാം യേശുവിൻ്റെ കുഞ്ഞുങ്ങളാണ്. യേശു എവിടെയുണ്ടോ അവിടെ എല്ലാം എത്തും. അപ്പോഴത്തേന് പരീക്ഷിക്കാനായിട്ട് പോകുന്ന ആൾക്കാരും പരീക്ഷന്മാരും കൂട്ടുന്നുണ്ട്. അങ്ങനെ യേശു അവിടെ വന്ന് സ്തോത്രം അങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ യേശു ശുശ്രൂഷിക്കുമ്പോൾ തന്നെ, യേശു പ്രവർത്തിക്കുമ്പോൾ തന്നെ, യേശു രോഗികളെ സൗഖ്യമാക്കുമ്പോൾ തന്നെ, യേശു സംസാരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ദൃഷ്ടി ആ ദേശം മൊത്തം സഞ്ചരിക്കും. യേശുവിൻ്റെ കാത് ആ ദേശം മൊത്തം ഇങ്ങനെ കൂർപ്പിക്കുന്നു. സകല ശബ്ദവും യേശുവിന് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ ലോകത്ത് എവിടെയായിരുന്നാലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലും അതേ സമയത്തും യേശുവിനെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. ഉള്ളിൽ ചിന്തിക്കുന്ന അറിയുന്ന കർത്താവ് പെട്ടെന്ന് അവൻ്റെ ദൃഷ്ടി, കരുണയുടെ ദൃഷ്ടി നീട്ടിപ്പായിച്ച് അവിടെ മൊത്തം ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ ശുശ്രൂഷ നടക്കുകയാണ്, രോഗികൾ സൗഖ്യമാകുകയാണ്, അവനോട് പലരും സംശയം ചോദിക്കുന്നു. അപ്പോൾ തന്നെ യേശുവിൻ്റെ കരുണയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് യേശുവിൻ്റെ കണ്ണ് പെട്ടെന്ന് ഒരു പക്ഷരോഗിയിൽ ഉടക്കി, നിലവിളിക്കുന്ന, പിടയുന്ന, വേദനിക്കുന്ന, തേങ്ങുന്ന, സ്തോത്രം, കൈകാല് നിവരത്തില്ല, മടങ്ങത്തില്ല, ഹല്ലേലൂയ, വർഷങ്ങളായി ഇങ്ങനെ കിടന്ന് കൈകൾ കുരുമി പൊട്ടി തകർന്ന് അത് പഴുത്ത് കൃമിച്ച് സ്മെല്ലുണ്ടായി. ആ ദേശം മൊത്തം സ്മെല്ല് ആയി. വീട്ടുകാർ അയ്യോ യമനത് ചത്ത് കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരു സാഹചര്യം. അവന്റെ വേദനയിൽ പുളഞ്ഞ് അലേറി നിലവിളിക്കുന്നു. ആ ദേശം നടുങ്ങുന്ന നിലയിൽ അവൻ ശബ്ദിക്കുമ്പോൾ അവനെ പ്രാകുന്ന, അധിക്ഷേപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിന് നടുവിൽ ഈ പണിഞ്ഞെന്നെ പെടയുമ്പോൾ അയ്യോ എനിക്ക് ആരുമില്ലല്ലോ, എനിക്കിവിടെ ആരുമില്ലല്ലോ, എൻ്റെ ശബ്ദം കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന് വേദനിക്കുന്ന ആ തരുണത്ത് യേശു കപ്പർന്നൗമിൽ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ, അനേക രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ശുശ്രൂഷിക്കുമ്പോൾ, അപ്പോൾ തന്നെ യേശുവിൻ്റെ കണ്ണ് ഇവിടെയും എത്തി. ഇത് കണ്ടിട്ട്
പെട്ടെന്ന് യേശു അവിടെ ഒരു അത്ഭുതപ്രവൃത്തി പ്രവർത്തിക്കുന്നു. അവിടെ സൂക്ഷിക്കുമ്പോൾ തന്നെ അവന്റെ 4 സ്നേഹിതർ, അവൻ ആരൊക്കെയാണ് സ്നേഹിതർ എന്നുള്ളത് യേശുവിന് അറിയാം. 4 സ്നേഹിതരോട് യേശു സംസാരിച്ചിട്ട് 4 സ്നേഹിതരും യേശു ആ രോഗിയുടെ അടുക്കിലേക്ക് വരുന്നു. മുന്നോട്ട് ചെല്ല്, യേശു കൽപ്പിക്കുന്നു, യേശു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അവൻ യേശു അടുക്കൽ അവനെ രോഗിയെടുത്ത് വരുന്നു. യേശു പറയുന്നു, എടാ കാലയിലും കട്ടിന്റെ കാലയിലും കയറ് കെട്ടി, അല്ല പൊക്കിയെടുത്ത് കട്ടിലോടെ ഇനി കൊണ്ടുവരിക എന്ന് യേശു പറയുന്നു. അവൻ കട്ടിലോടെ രോഗിയെ എടുത്ത്, ആ 4 പേരും കൂടി എടുത്ത് ഇവിടെ വരുമ്പോൾ വാതിൽക്ക് പോലും ഇടമില്ലാതെ വണ്ണം വലിയൊരു ജനാവലി അവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. പെട്ടെന്ന് പത്രോസ്, ശിഷ്യന്മാർ വളണ്ടിയേഴ്സാണ്, ഇവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ ഇടമില്ല. തടുക്കുമ്പോൾ അതും യേശു ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അതും കാണുന്നു, അതും ആ ശബ്ദം കേൾക്കുന്നു. യേശു പെട്ടെന്ന് വീട്ടുടയൻ, അവൻ പുറത്തായിരിക്കാം, വീട്ടുകാരോട് സംസാരിക്കുന്നു. വീട്ടുടയൻ പെട്ടെന്ന് അവനോട് പറയുന്നു, അവനെ മേൽക്കൂര പൊളിച്ച് എൻ്റെ അടുക്കൽ കെട്ടിയിറക്കുക. കാരണം തറയിൽ നിന്ന് വാതിൽക്കൽ പോലും ഇടമില്ല, വാതിലൂടെ കയറാൻ പറ്റത്തില്ല, അവിടെ അവിടെ ആളിനെ വരുത്താൻ പറ്റത്തില്ല. ഇവനങ്ങനെ മുകളിൽ കയറി കട്ടിലോടെ കെട്ടിയിറക്കി യേശുവിന് മുമ്പിൽ, തറയിലുമല്ല മുകളിലുമല്ല, ആ നെല്ലിൽ ഇങ്ങനെ കട്ടിലിരിക്കുമ്പോൾ യേശു പറയുന്നു, മകനെ, ഞാൻ നിന്റെ പാപങ്ങളെല്ലാം മോചിക്കുന്നു. പരീക്ഷന്മാരില്ല, ഇവൻ പാവങ്ങളെ മോചിക്കാൻ ആര് എന്ന് ഹൃദയത്തിൽ പറയും. അത് യേശു പറഞ്ഞ് കേട്ട് എഴുന്നേറ്റ് കിടക്കിടന്ന് നടക്ക എന്ന് പറയുന്നു. അവൻ ചാടി എഴുന്നേറ്റ് അവനെ ചുമന്ന കിടക്ക കട്ടിലോടെ പൊക്കിയെടുത്ത് ആരോഗ്യം ദൃഢഗാത്രനായി 1 നിമിഷം കൊണ്ട് പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച് അത് ഉയർത്തി നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ച് ആ സദസ്സിനെ കോളിമേറി ഒളിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷന്മാരുടെ മുമ്പിൽ സ്തോത്രം, യേശുവിനെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നതിന് മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതമായി അവിടെ വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ നടന്നും തുള്ളിയും ദേശം ഇളക്കി മറിച്ച്, യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ സഹായിച്ചു, യേശുവിന്റെ കരുണയുടെ സാക്ഷ്യം ആ ദേശം മൊത്തം വിളിച്ച് പറയുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി യേശു എവിടെ ഇരുന്നാലും അവിടെ ഇരുന്ന് ഭൂലോകം മൊത്തം നിയന്ത്രിക്കുന്ന സർവജ്ഞതയുടെ കമാൻഡിങ്ങോടുള്ള അധികാരമുള്ള കാഴ്ചപ്പാടുള്ള ചിന്താഗതിയുള്ള കരുണയുള്ള കണ്ണാണ് യേശുവിന്റെ കണ്ണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ആരൊക്കെ ഇത് കേൾക്കുന്നു അവരുടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയും, നിന്റെ സകല പ്രശ്നത്തിനും ഈ കരുണാമയനായ യേശു ഏക ഉത്തരമാണ്. നീ എവിടെയായിരുന്നാലും നിന്റെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന, കാണുന്ന, ഗ്രഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ വീണ്ടും യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ലാസർ, യേശുവിന്റെ പ്രിയനാണ്, 4 അവനെ രോഗിയായിരുന്നപ്പോൾ അറിയിച്ചെങ്കിലും യേശുവിന് വരാൻ കഴിഞ്ഞില്ല. യേശു വന്നില്ല, മരണപ്പെട്ടു, 4 ദിവസമായി, കല്ലറടക്കി നാറ്റം വെച്ചു. എന്നാൽ ഈ അവസ്ഥയിൽ 4-ന്റെ അന്ന് യേശു വരും. ആൾക്കെല്ലാം അമ്പരക്കുന്നു, വീട് മൊത്തം കണ്ണീർ കയത്ത് മുങ്ങിത്തപ്പുന്നു, ഭക്ഷണം മൊത്തം പലതിൽ ഇളകി മറിയുന്നു. ചിലർ പുച്ഛിക്കുന്നവരുണ്ട്, അപ്പത്തെ ചിലർ ദൈവത്തിനെ പ്രവൃത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടി ഉണ്ട്. ദൈവം സ്തോത്രം. എന്നാൽ യേശു പെട്ടെന്ന് മാനുഷ്യമായിട്ട് യേശു കരഞ്ഞു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഗുണം, പ്രത്യേക അപേക്ഷ, യേശു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു. അപ്പോൾ തന്നെ സമ്പൂർണ്ണ ദൈവവുമാണ്.
ഒരു സമയത്ത് ദിവ്യത്വം, ദൈവത്തിന്റെ ദിവ്യത്വം, മനുഷ്യത്വം ഇടതൂർന്ന് ആയിരിക്കുന്ന ഒരു രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ മനുഷ്യത്വത്തിൽ കരഞ്ഞിട്ട് അവൻ പെട്ടെന്ന് മുകളിലോട്ട് നോക്കി, സ്വർഗത്തോട്ട് നോക്കി, പിതാവിന്റെ ആ പുന്നോമന മുഖം അവൻ കണ്ടു. അവൻ പെട്ടെന്ന് നമ്മുടെ ദിവ്യത്വത്തിൽ ജ്വലിക്കുന്ന കണ്ണുകളായിട്ട് അവൻ ആയി തന്നിട്ട് അവൻ കളറെ നോക്കി കല്ല് മൂടിയിരിക്കുകയാണ്, മുദ്ര വെച്ചിരിക്കുക. കല്ല് മാറ്റുകയും, നീ വച്ച കല്ല് നീ വെട്ടി മാറ്റണം. ആരാണ് വെച്ചത്? ആ തടസ്സക്കല്ല് മാറ്റ്. മാർത്ത പറയുന്നു, കർത്താവേ 4 ദിവസമായാലും നാറ്റം വെച്ച്. യേശു പറഞ്ഞു, നാറ്റം അത് മാറ്റം വരുത്തുവാനാണ് ഞാൻ വന്നത്. മാറ്റ്. കല്ല് മാറ്റിയപ്പോൾ യേശു ഈ തേജോമയമായ കണ്ണുകൊണ്ട് ഒന്ന് നോക്കി. കരുണാമയമായ കണ്ണുകൊണ്ട് യേശു നോക്കിയ മാത്രയിൽ സ്തോത്രം, അവന് ജീവൻ പറഞ്ഞു. ശരീരം, അളിഞ്ഞ ശരീരം, നാറ്റമറ്റ ശരീരം, ചീഞ്ഞടിക്ക് തുടങ്ങിയ ശരീരം, അത് അല്പത്യുൽപരമായി അത് ബലമുള്ള, ശക്തിയുള്ള, കുട്ടിയുള്ള ശരീരമായി അവൻ ജീവൻ പ്രാപിച്ചു. നോക്കിയ മതി ജീവൻ പ്രാപിച്ചു. ഇനി അവൻ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. നോക്കിയപ്പോൾ ജീവൻ പ്രാപിച്ചു. അവൻ പുറത്തു വരാൻ അന്നാവശ്യം വിളിച്ചു പറയും. ചാടി പുറത്തു. നേരം അവൻ റൂമാലോട് കെട്ടിയിരിക്കാം. അവൻ്റെ കെട്ടഴിപ്പി നമുക്ക് പോകട്ടെ എന്ന് പറയുന്ന നോക്കുക. ഇവിടെ മാർത്ത മറിയ, ആ പ്രിയപ്പെട്ടവർ, വേറെ ആരും ആശ്രയമില്ല. ഏക സഹോദരൻ മാത്രം ആശ്രയം. അവന്റെ വിയോഗത്തിൽ ഇനി ഒരിക്കലും കിട്ടത്തില്ല. പോയി നാറ്റം വെച്ച് 4 ദിവസമായ അന്തരീക്ഷത്തിൽ അടക്കപ്പെട്ട വ്യക്തി ഒരിക്കലും യേശുവിന് കഴിയില്ല എന്ന് ചിന്തിച്ച സ്ഥാനം അവനെ അത്ഭുതമായി പൂർവാധികം ശക്തിയോടെ മടങ്ങിക്കൊടുത്ത കരുണാമയനായ ദൈവം തന്റെ കരുണ. ഞാൻ ഈ പറഞ്ഞതല്ല, ഓരോ മേഖലയിലും യേശുവിന്റെ കാരുണ്യത്തിന്റെ കരം ചലിക്കുന്ന രംഗം. വേദപുസ്തകത്തിന്റെ ഉള്ള് മൊത്തം പരിശോധിച്ചാൽ മൊത്തം യേശുവിന്റെ കരുണയുടെ കരം അത് മൊത്തം കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഉൽപ്പത്തിയുള്ള വെളിപ്പാട് വരെ പഴയതും പുതിയത്തിലും ദൈവത്തിന്റെ കരുണയുടെ കരസ്പർശം കാണാൻ കഴിയുന്ന അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് നാം ആയിരിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി ഈ കരുണയുടെ കരം നീട്ടി നമ്മെ സഹായിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിന്നെയും നാം വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ 24-77 വായിക്കുമ്പോൾ പത്രോസ് യെരൂശലേം ദേവാലയത്തിന് തെക്കേ ചെല്ലിലൂടെ രാജവീതിയിലൂടെ നടന്നു വരുമ്പോൾ കരക്കാർ പിടിച്ചു നിർത്തുന്നു. നീയും നിന്റെ ഗുരുവും കരം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തില്ല. അവൻ പെട്ടെന്ന് വേദനയോടെ നിന്റെ സങ്കടം ഉള്ളൊതുക്കി യേശു കരുണാമയനാണ് നിലയിൽ അവൻ എന്ന് പറഞ്ഞ അവൻ ഓടി യേശുവിന്റെ കപ്പർന്നൂമിലെത്തി. എന്നാൽ കപ്പർന്നൂമിൽ യേശു ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. യേശുവിനോട് ഈ വേദനയോടെ കേൾക്കുന്ന പറഞ്ഞപ്പോൾ തന്നെ കരുണയോടെ കരുണാമനായ ഈ നല്ല കർത്താവ് എന്ന് നോക്കി. ആ കണ്ണീർ നോക്കിയപ്പോൾ തന്നെ പത്രോസ് മനസ്സിലായി, കള്ളലിയുന്ന കണ്ണുള്ള കർത്താവിന്റെ കണ്ണ് എന്തോ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. പത്രോസ് ചൂണ്ടയെടുക്കും. ജിബിയാസ് കണ്ട തെക്കേ തീരത്ത് നിന്റെ പുറത്ത് ചൂണ്ടയെടു, അന്നേരം ഒരു മത്സ്യം കിട്ടും, അതിനെ കീറ്.
അതിനകത്തിരിക്കും ചതുർദ്രഹ്മ. എനിക്കും നിനക്കുമുള്ള ബ്രഹ്മ കൊടുക്കേണ്ട ആ പണം അതിനകത്ത് ഞാൻ വെച്ചു. പത്രോസ് പോയി അവിടെ പോയി ചൂണ്ടേ പൈസలో കൃത്യമായി ആ മത്സ്യത്തെ കയറിയപ്പോൾ ആ ബ്രഹ്മ നോക്കുക. ദിവ്യാസ്കന്ന ഇപ്പുറത്ത് മയിലുകൾക്ക് പുറത്ത് യേശുവിന്റെ കണ്ണിടെ കണ്ണ് പാഞ്ഞു, മരുഭൂമിയിലൂടെ കണ്ണ് പാഞ്ഞു. ദിവ്യാസ്കൻ 5 ആഴത്തിലേക്ക് കണ്ണ് ചൂഴ്ന്നിറങ്ങി. അതിന്റെ അടുത്തിട്ട് കൂടി കടന്നു മത്സ്യത്തിന്റെ വായിക്കത്ത് ആ കണ്ണ് ചൂഴ്ന്നിറങ്ങി, ആഴ്ന്നിറങ്ങി. അതിന്റെ അകത്തു നിന്ന് ബ്രഹ്മപ്പണം കണ്ട കർത്താവാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. അവനൊന്നും മറവില്ല. സകലവും അവന്റെ കണ്ണിൽ നിന്ന് അഗ്രഹവും വെറുതുമായി കിടക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, കരുതിയിരിക്കുന്ന ദൈവം. സ്തോത്രം. നമുക്ക് വേണ്ടി സകലം സംഭരിച്ച് വച്ചിരിക്കുന്ന ദൈവം. നമ്മുടെ ദൃഷ്ടി അത് കാണുന്നില്ല. പത്രോസ് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് അത് കണ്ടത്. ഇതുപോലെ കാര്യം നിൽക്കുന്നത് പ്രിയമുള്ളവരെ, എനിക്ക് മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് തൻ്റെ കരുണയുടെ കരം ചലിച്ച് എല്ലാം പ്രവർത്തിച്ച് വെച്ചിരിക്കുകയാണ്. നിന്റെ കണ്ണ് കാണുന്നില്ല. ആകയാൽ നിന്റെ കണ്ണ് ദൃഷ്ടി തുറക്കാം. എലിച്ച ഇങ്ങനെ ഒരിക്കൽ ഗേസോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ കണ്ണ് ഒന്ന് തുറക്കണമേ. കണ്ണ് തുറന്നപ്പോഴാണ് അവൻ കണ്ടത് അവിടെ വളഞ്ഞിരിക്കുന്ന ജനതയേക്കാൾ 10 മടങ്ങ് പൊങ്ങിയ സൈന്യം, അഗ്നിമയ രഥങ്ങളും കുതിരകളുമായിട്ട് വീട് മൊത്തം നിറഞ്ഞിരിക്കുന്ന കാഴ്ച. ഭക്തന്മാരുടെ ചുറ്റും വാളയിറങ്ങി. ദൈവത്തിന്റെ കരുണയുടെ കണ്ണ് നമ്മെ ഇത്രത്തോളം സംരക്ഷിക്കുന്ന കണ്ണാണ്, നമ്മെ പിടിപ്പിക്കുന്ന കണ്ണാണ്, നമ്മെ പരിപാലിക്കുന്ന കണ്ണാണ്, നമ്മെ സൂക്ഷിക്കുന്ന കണ്ണാണ്, നമ്മൾ കരുതുന്ന കണ്ണാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ണാണ്. ഹല്ലേലൂയ. എത്ര തന്നെ വർണ്ണിച്ചാലും ദൈവത്തിന്റെ കരുതൽ നമുക്ക് സ്വന്തം അല്ലെങ്കിൽ അതിന്റെ ആഴം വർണ്ണിച്ച് ഒതുക്കുവാനോ തീർക്കുവാനോ കഴിയത്തില്ല. നമുക്ക് സമുദ്രം പോലെ അത് കിടപ്പുണ്ട്. യേശു ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തികളും ഓരോന്ന് എടുത്തു പരിശോധിക്കുകയാണ്. അവിടെയെല്ലാം ദൈവത്തിന്റെ കാരുണ്യം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവസ്തോത്രം. നോക്കുക, ഒരു വ്യക്തി ലഹ്യൻ ബാധിച്ചു കിടക്കുന്ന വ്യക്തി, അവനെ തേടി അക്കരെ പോവുകയാണ് യേശുവും ശിഷ്യന്മാരും. അവൻ കഷ്ടത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്, പിശാചുകളിൽ ബന്ധിക്കപ്പെട്ട് ശരീരമൊക്കെ ഉരുമി പൊട്ടി തകർന്ന് ആകെ നാടിന് തലവേദനയായി, ദേശത്തിന് ഒരു ശാപമായി, പേടിച്ചുമുനുമായി ജനം പിടയുന്നതിന് നടുവിൽ ഇങ്ങനെ തകരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യേശുവിന്റെ കരുതൽ നോക്കി യേശു അക്കരത്തിൽ. എന്നാൽ പടകിൽ അല്പം യേശുമായി. അന്നേരം കൊടുങ്കാറ്റ് ശക്തിയായി അടിച്ചു, കാറ്റ് ഇളകി, കടൽ സ്തോത്രം ഇളകി, വലിയ പ്രശ്നമുണ്ടായി. ഹല്ലേലൂയ. നമുക്ക് മത്തായി 8:23-27 വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പാൻ കാണാൻ കഴിയും. ദൈവ സ്തോത്രം. എന്നാൽ പെട്ടെന്ന് യേശു സ്തോത്രം യേശുവിനെ എഴുന്നേൽപ്പിച്ചു. യേശു കാറ്റെ കടൽ അടങ്ങ്, കടല് കാറ്റും ശാന്തമായി അക്കരെ എത്തി. ഇതിലൊരു കല്ലുമായിട്ട് വരുന്ന ലക്ഷ്യം ബാധിച്ച 6,000 ഭൂതം ബാധിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. നമുക്കറിയാം, സംഭവം അറിയാം. അവൻ നിലവിളിച്ചു, കർത്താവേ, സമയത്ത് ധനിപ്പിക്കാൻ വന്നോ എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് യേശു ബദലേക്ക് വെക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. 6,000 ഭൂതം 2,000 പന്നിക്കകത്ത് അത് കയറി. അവൻ പിന്നെ വസ്ത്രം ധരിച്ച്
യേശുവിന്റെ സാക്ഷിയായി നടക്കുന്ന രംഗം എത്ര ശ്രേഷ്ഠം. ഈ രാജ്യത്തിന്റെ ഒരു അത്ഭുതമല്ലേ, ഭൂമിയിൽ ഒരു അത്ഭുതം മനുഷ്യനാരിൽ നിന്ന് കണ്ടു. ലോകത്തെ, രാജ്യത്തെ, ചരിത്രത്തെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി, യേശുവിന്റെ വിടുതലിന്റെ ശക്തി, യേശുവിന്റെ അത്ഭുതത്തിന്റെ ശക്തി, യേശുവിനോടുള്ള കരുണയുടെ ദൈവപ്രവൃത്തി എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആഴമായി യേശു നമ്മെ സ്നേഹിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയും വലിയ പ്ലാനും ഉണ്ട്. നമുക്ക് വേഗം കർത്താവിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കർത്താവിന്റെ മഹാസ്നേഹം, കരുണയുടെ ബഹുത്വം, കരുണയുടെ ആഴം എത്ര അവർണ്ണനീയമാണ്. ഒരു കവി ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്: ഈ ലോകത്തിലെ സകല വൃക്ഷങ്ങളും പേനയായും സമുദ്രത്തിലെ വെള്ളം മഷിയായും ആകാശം മൊത്തം പേപ്പറായും ഉപയോഗിച്ച് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ ഇത് എഴുതി തീർത്താൽ പേപ്പർ ആകുന്ന ആകാശം തീർന്നു പോകും, പേനയാകുന്ന വൃക്ഷങ്ങൾ തീർന്നു പോകും, മഷി ആകുന്ന സമുദ്രത്തിലെ വെള്ളം തീർന്നു പോകും. എന്നാൽ ദൈവസ്നേഹം പിന്നെയും ഇതിന്റെ ഒരു തുമ്പ് ഒരു അംശം പോലും എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം ആഴകമാണ് ദൈവസ്നേഹം. അപ്പൊ ഈ ലോകത്തിന് എല്ലാ പേപ്പറും എഴുതിയാലും, എല്ലാ എഴുതിയാലും, എല്ലാം തീർന്നാലും ദൈവസ്നേഹം വർണ്ണിച്ചോ എഴുതിയോ തീർക്കുവാൻ കഴിയത്തില്ല. സമയം നീണ്ടുപോകുന്നല്ലോ. ധാരാളം കാര്യങ്ങൾ എൻ്റെ നാവിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കൃത്യസമയത്ത് തന്നെ എൻ്റെ വാക്ക് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ആഴമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നോക്കുക, ദൈവത്തിൽ നിന്ന് ചൊരിയുന്ന കരുണ. പുറപ്പാട് 34:6, റോമർ 8:15, 2 തിമോത്തിയോസ് 1:18, യൂദ 22 വാക്യം, 140:9 ഇവിടേക്കെല്ലാം വായിക്കുമ്പോൾ നാം മറ്റുള്ളവർ കൊടുക്കേണ്ട കരുണ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആദ്യം ചിന്തിച്ചത് ദൈവത്തിൽ നിന്ന് നമുക്ക്, ലോകത്തിന്, മനുഷ്യർക്ക്, സമൂഹത്തിന് ലഭിക്കുന്ന കരുണ. രണ്ടാം ഭാഗം നമ്മൾ ചിന്തിച്ചു നാം കൊടുക്കേണ്ട കരുണ. ഹല്ലേലൂയ. ഈ വാക്യങ്ങളെല്ലാം അവിടെ നാം വായിച്ചു. യൂദയിലാണ് നിങ്ങൾ ചിലരെ കരുണയോടെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഞാൻ വീണ്ടും അവിടെ കരുണ കാണിച്ച് രക്ഷിപ്പീൻ. കരുണയിൽ അല്ലെങ്കിൽ കരുണയില്ലാത്ത വിധി ഉണ്ടാകും. ജെയിംസ് 2:13 യാക്കോബ് 2:13 പഠിപ്പിക്കുന്നു. 5:7 കരുണയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കണം. നാം കരുണയുള്ളവരായി മാറുക. ആമേൻ. എല്ലാ വാക്യം പിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭാഗം മാത്രം പറഞ്ഞ് ആ കാര്യം പെട്ടെന്ന് നിർത്തുന്നു. ആകയാൽ ഈ കരുണ ലോകത്തിന്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ദൈവത്തിന്റെ കരുണ ആനുകൂല്യത്തിന്റെ ആഴം, ദൈവം നമുക്ക് തന്ന ആ കരുണ ദേശത്തിന് കൊടുക്കണം. ഞാൻ വായിക്കുന്നില്ല. ശമരിയക്കാരി സ്ത്രീ അവൾ യേശുവിന്റെ കാരുണ്യം കണ്ട ഉടൻ തന്നെ അവൾ പെട്ടെന്ന് അവളുടെ രഹസ്യം യേശു പറഞ്ഞു. കരുണയോടെ പ്രവർത്തിക്കുന്ന യേശുവിന്റെ കാരുണ്യം കണ്ടപ്പോൾ അവൾ പാത്രവും വെള്ളവും വച്ചേച്ച് പണ്ണത്തിൽ ഓടി ദേശം മൊത്തം വിളിച്ചു. ഒരു വൻ ജനാവലിയെ ഈ കാരുണ്യനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. അപ്പോൾ തന്നെ ഈ കാരുണ്യം പറയേണ്ട ശിഷ്യന്മാർ ആഹാരം മുഴുവൻ പഠനത്തിൽ പോയി എന്ന് കാണാൻ കഴിയും. പ്രതീക്ഷിക്കുന്നവര് ചെയ്യാതിരിക്കുമ്പോൾ ലോകം മൊത്തം ഈ കാരുണ്യം, ഈ സുവിശേഷം, ഈ കരുണ അതിന്റെ സാക്ഷികൾ ആകണം
പറയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് തീങ്ങി വിങ്ങുന്ന ദൈവസ്നേഹത്തിന്റെ സ്നേഹം, കരുണ ലോകത്തിന് മൊത്തം കൊടുക്കാം. മത്തായി 28:19-20 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ആകയാൽ ഇതിന് നിങ്ങൾ സാക്ഷികൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു യെരൂശലേമിലും ശാമരിയിലും അറ്റത്തോളം നിങ്ങൾ ഇതിന് സാക്ഷികളാകണം. നിങ്ങൾ ഇന്നൊക്കെ ചെയ്യണം. ദൗത്യം കൊടുക്കുക. ഈ കരുണയുടെ സുവിശേഷം ലോകം മൊത്തം എത്തിക്കണം. പ്രാർത്ഥനാധ്വനി എന്ന ഈ മകൾ പ്രസ്ഥാനത്തിലൂടെ ദൈവത്തിന്റെ കരുണ ലോകം മൊത്തം എത്തിപ്പാൻ പല നിലകളിൽ പ്രിയപ്പെട്ടവരുടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹാ അത്ഭുതത്തിനായിട്ട് നമുക്ക് സ്തുതിക്കാം. കർത്താവിന്റെ പ്രിയപ്പെട്ടദാസനെ ആദ്യം പിന്നെയും ശൈത്യപ്പെടുത്തി ദേശത്ത് ലോകത്ത് മാറ്റട്ടെ. ആകയാൽ നമുക്ക് സധൈര്യം ഈ ഗോസ്പൽ, ഈ കരുണയുടെ സുവിശേഷം ദേശം മൊത്തം അറിയിക്കാം. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അവസാനം കർത്താവിന്റെ വരവ് താമസിക്കുന്നത് ഇത് വേണ്ടതുപോലെ എത്തേണ്ടത് പോലെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ദിവസം നമുക്ക് അടുത്ത മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാരണത്തെ കുറിച്ച് വായിക്കുമ്പോൾ വിവേക ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. വേദപുസ്തക ചരിത്രത്തിലൂടെ എനിക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്ത ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഈ വിഷയം തന്നപ്പോൾ എന്ത് പറയണം എന്ന് ചിന്തിച്ചു. എന്നാൽ ഞാനിപ്പം പഠിച്ചു വന്നപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി തോന്നിയ അനേക കാര്യങ്ങൾ മനസ്സിൽ വന്നു. ഇപ്പോഴും എന്റെ വിഷയത്തിന്റെ അംശം പോലും ഞാൻ പറഞ്ഞില്ല, സമയമായി പോയി. ഒന്ന് സ്തോത്രം. അവിടെ വായിക്കുന്നത് യിരെമ്യാവ് പ്രവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ, വീണ്ടും കരുണ കാണിക്കും. ഹല്ലേലൂയ, 35 നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, 5:11, യാക്കോബ് 2:13, എബ്രായർ 8:12. സ്തോത്രം. ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് സ്തോത്രം കൊടുക്കേണ്ട കാരണം നമുക്ക് ലോകത്തിന് കൊടുക്കാം. യൂദാ വായിക്കുന്നത് ആകയാൽ ചിലരുടെ തീർന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി. ആകയാൽ കരുണ കിട്ടാതെ നഷ്ടപ്പെടുന്ന, നശിക്കുന്ന ഒരു കൂട്ടം ജനാവലി യേശുവിന്റെ കരുണ ലോകത്ത് നമുക്ക് എത്തിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. യേശു എവിടെ ഇരുന്നാലും ഇവിടെ തിരുന്നുകൊണ്ട് തന്റെ ദൃഷ്ടി പാഞ്ഞിടുന്ന സ്നേഹത്തിന്റെ ദൃഷ്ടി ആ ദേശം മൊത്തം യേശുവിന്റെ കണ്ണ് കാണുന്നു. ഒരു സമയത്ത് സകലരെയും കാണാൻ കഴിയുള്ള കണ്ണ്. ഒരേ സമയത്ത് മനുഷ്യന് അപ്പോൾ തന്നെ മനുഷ്യന്റെ ചിന്ത നിരൂപണം അറിയുന്ന, ഗ്രഹിക്കുന്ന കർത്താവ്. ഒരേ സമയത്ത് തന്നെ എല്ലാവരിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ അത്ഭുതത്തിന്റെ കരുണയുടെ ദൃഷ്ടി, ആമേൻ, സ്വന്തന്റെ ദിവ്യത്വത്തിന്റെ ദൃഷ്ടി, എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത ഈ ദൃഷ്ടി, ഈ കർത്താവിനെ നമുക്ക് ലോകത്തിന് കൊടുക്കാം. ലോകത്തിന്റെ കാഴ്ചപ്പാട് മങ്ങിയിരിക്കുമ്പോൾ, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുമ്പോൾ നമുക്ക് കണ്ണുകളെ തുറക്കാം. ഈ കാഴ്ചപ്പാട് ദേശം മൊത്തം എത്തിക്കാം. ഹല്ലേലൂയ, നമുക്കതിനെ തയ്യാറാകാം. ദൈവമായ കർത്താവ് നമ്മെ പൂർണ്ണമായി സഹായിക്കട്ടെ. പ്രാർത്ഥനാധ്വനിയിലൂടെ ആയിരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് മുഖാന്തരമായി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് ദാസൻ പ്രാർത്ഥന വിഷയം കൂടെ പറഞ്ഞു. ഞാൻ എഴുതി വെക്കാനായിട്ട് കഴിയില്ല, എങ്കിലും ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന വിഷയം പറഞ്ഞ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടും. ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് ഷാരോന്റെ ജനറൽ കൺവെൻഷൻ ജനുവരി 1 മുതൽ 7 വരെ നടക്കുകയാണ്. അത് വലിയ ഒരു ഉണർവ് ഉണ്ടാക്കണം. ആമേൻ. ഈ കൺവെൻഷൻ ലോകരാജ്യങ്ങളിൽ വലിയ വ്യാപക ഉണർവുണ്ടാകണം. ദൈവദാസന്മാരെ ശക്തമായി ദൈവം കരുണയുടെ സുവിശേഷം ദൂത് പറയാൻ ദൈവം എഴുന്നേൽപ്പിക്കണം. അത് ചലഞ്ച് ചെയ്യണം. ആമേൻ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഇവിടെ ആയിരങ്ങൾ യേശുവിനെ അറിയണം. അനേക സ്നാന സൂക്ഷ്മ നടക്കണം. അനേകർ ആത്മാവിനാൽ നിറയണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. നമുക്ക് ആത്മാർത്ഥമായി ആ വിഷയത്തെ ഓർത്തണം. അപ്പോൾ തന്നെ പ്രാർത്ഥനാദിനിയെ ഇവിടെ വന്നു. പ്രാർത്ഥനാദിനി ഒരു അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്റെ ദൈവം കൊടുത്ത ദർശനം ഒരു വലിയ ദർശനമാണ്. ലോകം മൊത്തം പ്രാർത്ഥന കരങ്ങൾ കണ്ണിയിൽ കോർക്കുന്ന ഈ കണ്ണി
ആമേൻ ഇത്ര അനുഗ്രഹമാണ്. നമുക്ക് ശക്തമായി എല്ലാ രാജ്യങ്ങളിൽ വ്യാപിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗിയായി കിടക്കുന്ന പല വ്യക്തികൾ, ആമേൻ സ്തോത്രം. ഇന്ന് ഒരു കുഞ്ഞിന്റെ കാര്യം കർത്താവ് രാവിലെ പറഞ്ഞല്ലോ. ആമേൻ ദൈവം അത്ഭുതമായി പ്രാർത്ഥന കേട്ട് ദൈവം വളരെയേറെ വിടുതൽ കൊടുത്തു. ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവിന്റെ ചില ദൈവാസന്മാർ, അവർ കർത്താവിന്റെ സന്നിധിയിൽ വളരെ അധ്വാനിച്ച ദൈവാസന്മാർ, അവർ അവരുടെ ശുശ്രൂഷ തീർത്ത് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അവരെ കുടുംബത്തെ ഓർത്ത് ആ പ്രിയപ്പെട്ട ചെയ്ത ശുശ്രൂഷ ബാക്കി മക്കളിലൂടെ പൂർത്തീകൃതമാകുവാൻ ദൈവം പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പാസ്റ്റർ CM ടൈറ്റസ് എന്ന ദൈവത്തിന്റെ ദാസൻ, എനിക്ക് വളരെ പരിചയമുള്ള അറിയാവുന്ന സാറാണ്. 72 ഞാൻ തിരുവല്ലയില് പടന്നു പോകുമ്പോൾ അന്നേ അവിടെ ഉള്ള ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ, ചാന്ദ്രകാലങ്ങളിലെ ഏറ്റവും സീനിയറായ ഒരു ദൈവദാസൻ. അദ്ദേഹം കർത്താവിന്റെ കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തെ കുടുംബത്തെയോ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങൾ വഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഇന്ന് രാത്രി മനോഹരമായ രാത്രിക്ക് തീർത്തുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ കരുണ ഹല്ലേലൂയ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ഭാഗ്യം തന്നുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വർണ്ണിപ്പാൻ കൃതജ്ഞ സ്തോത്രം. ലോകത്ത് എത്ര വർണ്ണിച്ചാലും തീരാത്ത ഈ മൗത്തുരമാർന്ന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കരുണ എത്ര ശ്രേഷ്ഠമാണ്. ആ കരുണ ഞങ്ങൾക്കുണ്ടായി, നിങ്ങൾക്കും കരുണയുള്ളതായിപ്പിൻ. നല്ല ശമരിക്കാരന്റെ കഥയിൽ വ്യക്തമായി യേശു പഠിപ്പിക്കും, നിങ്ങൾ ഇത് നല്ല ഈ കരുണയുള്ളവരാകണം. ഹല്ലേലൂയ. കരുണയുള്ളവർ രണ്ടുപേരും മാറിക്കടന്നുപോയപ്പോൾ ശമരിക്കാരൻ അവനെ ശുശ്രൂഷിച്ചു, താങ്ങിയെടുത്തു, എണ്ണയും വീഞ്ഞും പകർന്നു അവനെ ശുശ്രൂഷിച്ചു. ആമേൻ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി. മുടിയൻ മൂത്തൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ ആർത്തിയോടെ അവനെ സ്വീകരിച്ചു. മൂത്തവൻ പോയെങ്കിലും അവനെ സ്വീകരിച്ചു. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളും ദൈവ സ്നേഹത്താൽ മറ്റുള്ളവരോട് അത്തരത്തെ ദൈവസ്നേഹം കരുണ വെളിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ പറയപ്പെട്ട പ്രാർത്ഥന വിഷയത്തായി പ്രാർത്ഥിക്കുന്നു. ചാരുവിന്റെ ജനറൽ കൺവെൻഷനിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തീരണം. ആയിരങ്ങൾക്ക് വിടുതലായി തീരട്ടെ. വലിയൊരു അത്ഭുതമായി തീരട്ടെ. വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ അനുഗ്രഹമായി തീരട്ടെ. അത് ഇന്റർനാഷണൽ ലെവലിൽ അനേക സഭകൾ ഉരുത്തിരിയട്ടെ. അനേക സ്നാനത്തിന് തീരുമാനിക്കട്ടെ. അനേക സ്നാനത്തിൽ ഇറങ്ങട്ടെ. ആത്മാവിന് വലിയ പരിവർത്തനം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വേലയ്ക്കായി, സൂക്ഷിച്ച വേലയ്ക്കായി അനേകം സമർപ്പിക്കപ്പെടുവാൻ കാരണമാകട്ടെ. കർത്താവേ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട വിലപ്പെട്ട ഭക്തന്മാർക്കായി സോദരൻ ആ കുടുംബം തേങ്ങുന്നു. അവരുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് വേല തികച്ച് രാജ്യം എത്തിയപ്പോൾ അവർ ബാക്കി വെച്ച ശുശ്രൂഷ തലമുറ ചെയ്യുവാൻ ദൈവം ഒരുക്കണം. അത് കുടുംബങ്ങളെ ആശീർവദിക്കണം. കർത്താവേ സ്തോത്രം. CM ടൈറ്റസ് സാറിന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ചേരിച്ചിരിക്കുന്ന അവിടെ മക്കൾ, മരുമക്കൾ, കുഞ്ഞുമക്കൾ, അവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവമേ, രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച രോഗിയായി കുഞ്ഞ്, ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ ആ വാർത്ത കേട്ടു. അത്ഭുതമായി വളരെ സൗഖ്യമുണ്ട്. പ്രാർത്ഥനാ ധ്വനിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദാസൻ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, അത്ഭുതം കൊടുത്തു. പിന്നെ ഈ പരിപൂർണ സൗഖ്യം നൽകണം. നോർത്ത് ഇന്ത്യയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. വളരെ കഷ്ടത്തിൽ അനേകരായിരിക്കുന്നു, ജയിലറിലായിരിക്കുന്നു. ദൈവം അവരെ വിടുവിപ്പാൻ മനസ്സിലെയണം. ആഫ്രിക്കയിൽ അനേക ദൈവമക്കളെ നിഷ്കരണം കൊല്ലുന്ന അവസ്ഥയിൽ ആമേൻ അതിന് നടുവിൽ നിലനിൽക്കുന്ന പാവപ്പെട്ട വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ വിശ്വാസത്തിനായി സ്തോത്രം. അവരെ സഹായിക്കും. ഹല്ലേലൂയ. അവിടെ ഭക്തന്മാരെ അടിമയായി ആമേൻ തട്ടിക്കൊണ്ടുപോയ അനേകരുണ്ട്. അവർ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഒരു ദോഷവും കൂടാതെ ദൈവം അവരെ പരിപാലിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ശബ്ദം അങ്ങോട്ട് മറ്റു ജനത്തോട് പറയുവാൻ നൽകി. ഇത് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കണം, ആയിരങ്ങൾക്ക് വിടുതലാക്കണം, ആയിരങ്ങൾക്ക് സൗഖ്യമാക്കണം, ആയിരങ്ങൾ യേശുവിനെ അറിയാൻ കാരണമാക്കണം. കർത്തദാസ് പ്രാർത്ഥനയിൽ വിളിപ്പാൻ സഹായിക്കണം. ഈ ദൂത് കേട്ട അനേകർ രൂപാന്തരപ്പെടാൻ കാരണമാകണം. അനേകർക്ക് ഓടി ദിവസങ്ങൾ അടുത്തു വരാൻ കാരണമാകണം. പ്രാർത്ഥന കേട്ടതിന് ആയിട്ട് നന്ദി, മഹത്വം എടുത്തതിനായി നന്ദി. യേശു രക്ഷകന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള സ്വർഗീയ പരമാപിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന വിൻസെന്റ് ഡാനിയൽ പാസ്റ്ററോടും പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. ആമേൻ.